ചാനൽ വഴി കേരളം മുഴുവൻ നിങ്ങൾക്ക് വിൽക്കാനുള്ള പ്രോപ്പർട്ടി പരസ്യം ചെയ്ത് ബ്രോക്കർ ഫീസ് ഒന്നുമില്ലാതെ തന്നെ നിങ്ങളുടെ ഭൂമി വിൽക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ എങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇന്ന് ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് തണ്ടപ്പേര് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നാണ്. അപ്പം നമ്മൾ തണ്ടപ്പേര് നമ്പർ എന്നൊക്കെ നമ്മുടെ കരമടച്ച രസീതിൽ നമ്മൾ കാണാറുണ്ട്. എന്താണ് ഈ തണ്ടപ്പേര്? തണ്ടപ്പേര് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു അക്കൗണ്ട് നമ്പർ മാത്രമാണ്. അതായത് നമ്മളിപ്പോൾ ബാങ്കിൽ ഒരു ഇടപാട് നടത്താൻ ചെല്ലുമ്പോൾ അവിടെ നമുക്ക് ഒരു അക്കൗണ്ട് നമ്പർ തരുന്നുണ്ട്. ആ അക്കൗണ്ട് നമ്പർ പരിശോധിച്ചാൽ നമ്മൾ ആ ബാങ്കിൽ നടത്തിയിരിക്കുന്ന നമ്മുടെ അക്കൗണ്ട് വഴി നടത്തിയിരിക്കുന്ന ട്രാൻസാക്ഷൻ്റെ വിവരങ്ങളെല്ലാം അറിയാൻ സാധിക്കും. അതുപോലെ തന്നെയാണ് ഭൂമിപരമായ ഇടപാടുകൾ, നമ്മൾക്ക് എത്ര ഭൂമിയുണ്ട് അതിനെക്കുറിച്ചുള്ള വിവരങ്ങളെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു അക്കൗണ്ട്, ആ അക്കൗണ്ടിന്റെ നമ്പർ എന്ന് പറയുന്നതാണ് തണ്ടപ്പേര് എന്ന് പറയുന്നത്. തണ്ടപ്പേര് അക്കൗണ്ട്, തണ്ടപ്പേര് അക്കൗണ്ട് നമ്പർ എന്നിങ്ങനെ പല രീതിയിലും ഇത് അറിയപ്പെടുന്നു. നമ്മൾ ആദ്യമായി ഒരു ഭൂമി വാങ്ങുമ്പോൾ അത് വില്ലേജ് ഓഫീസിൽ പോക്കുവരവിന് നമ്മൾ കൊടുക്കും. അങ്ങനെ കൊടുത്തു കഴിയുമ്പോൾ ആ വില്ലേജ് ഓഫീസിൽ ഒരു രജിസ്റ്റർ ഉണ്ടാവും. ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട് എല്ലാ രേഖകളും എഴുതുന്ന രജിസ്റ്റർ. ആ രജിസ്റ്ററിൽ ഒരു പ്രത്യേക പേജിൽ, ഒരു പുതിയ പേജിൽ നമ്മുടെ ഈ ഭൂമിയുടെ വിവരങ്ങൾ അവർ എഴുതി ചേർക്കുന്നു. ആ പേജിന് അവരൊരു നമ്പർ കൊടുക്കുന്നു. ആ നമ്പറാണ് യഥാർത്ഥത്തിൽ നമ്മൾക്ക് തണ്ടപ്പേര് നമ്പറായിട്ട് ലഭിക്കുന്നത്. നമ്മൾ നമ്മുടെ ഭൂമിയുടെ കരമടയ്ക്കാനായിട്ട് വില്ലേജിൽ ചെന്ന് കഴിയുമ്പോൾ കരമടച്ച രസീതിൽ മുകളിലായിട്ട് ഇന്ന തണ്ടപ്പേര് നമ്പറിൽ ഉൾപ്പെടുന്ന ഭൂമി എന്നാണ് കൊടുക്കുന്നത്. ആ തണ്ടപ്പേര് അക്കൗണ്ട് നമ്പർ വെച്ചിട്ടാണ് നമ്മുടെ ഭൂമി വിവരങ്ങളെല്ലാം അവര് രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. ആ അക്കൗണ്ട് നമ്പറിലുള്ള രജിസ്റ്ററിൽ ഇന്ന ഒരു പ്രത്യേക പേജിലായിരിക്കും ആ വിവരങ്ങളെല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ടാവുക. അപ്പൊ നമ്മൾ എന്താവശ്യത്തിനായിട്ട്, നമ്മുടെ ഭൂമി സംബന്ധമായ എന്താവശ്യത്തിനായിട്ട് നമ്മൾ വില്ലേജ് ചെന്നിട്ടുണ്ടെങ്കിലും ആദ്യം അവർ ചോദിക്കുന്ന കാര്യമാണ് നിങ്ങളുടെ കരമടച്ച രസീത് കാണിക്കൂ എന്ന് പറയുന്നത്. കരമടച്ച രസീത് അവർ മേടിക്കുന്ന എന്തിനാന്ന് വെച്ചാൽ അതിനകത്ത് ഈ തണ്ടപ്പേര് നമ്പർ അവർക്ക് മനസ്സിലാക്കാനും ആ തണ്ടപ്പേര് നമ്പർ അടങ്ങിയ രജിസ്റ്റർ തപ്പിയെടുത്ത് ആ ഭൂമിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ആ രജിസ്റ്ററിൽ ഈ തണ്ടപ്പേര് കൊടുത്തിട്ടുള്ള പേജിൽ എഴുതിയിട്ടുണ്ടാവും. അത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് അവർ കരമടച്ച രസീത് നമ്മളോട് ചോദിക്കുന്നത്. അപ്പോൾ ഈ കരമടച്ച രസീതിൽ നിന്ന് തണ്ടപ്പേര് ലഭിക്കും. അങ്ങനെ അവർക്കത് തപ്പിയെടുത്ത് നമുക്ക് ആവശ്യമായ കാര്യങ്ങൾ ചെയ്തു നൽകുവാൻ എളുപ്പമുണ്ടാവും. ഈ രജിസ്റ്ററിൽ നമ്മുടെ ഭൂമിയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വിവരങ്ങൾ ഈ രജിസ്റ്ററിൽ ഉണ്ടാകും എന്ന് നോക്കാം. നമ്മുടെ ഭൂമിയുടെ ബ്ലോക്ക് നമ്പർ, ആ ഭൂമിയുടെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അവകാശികൾ ആരെല്ലാം, സർവേ നമ്പർ, വിസ്തീർണം, ഈ ഭൂമി ഒരു പുരയിടമാണോ അതോ നിലമാണോ എന്നുള്ള വിവരങ്ങളെല്ലാം ഈ രജിസ്റ്ററിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇനി നമ്മുടെ രാജ്യത്ത് വരാൻ സാധ്യതയുള്ളത് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ഒരാൾക്ക് ഒരു ആധാർ നമ്പർ വെച്ചുണ്ട്. അതുപോലെ തന്നെ ഈ ഭൂമി സംബന്ധമായ കാര്യങ്ങൾക്കെല്ലാം വേണ്ടിയിട്ട് ഒരു വ്യക്തിക്ക് ഒരു തണ്ടപ്പേര് അക്കൗണ്ട് നമ്പർ എന്ന രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അങ്ങനൊരു സിസ്റ്റം വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഒരു സിസ്റ്റം വരികയാണെങ്കിൽ ഒരു വ്യക്തിക്ക് അയാളുടെ പേരിൽ എത്ര ഭൂമിയുണ്ട്, ആ ഭൂമിയുടെ വിവരങ്ങളെല്ലാം നമുക്ക് ഈ ഒരൊറ്റ നമ്പർ വെച്ച് പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ ഒരു വ്യക്തിക്ക് ഇത്ര ഭൂമി അയാളുടെ പേരിൽ, ഇത്ര ഭൂമി അയാളുടെ പേരിൽ ഉണ്ടാകാൻ പാടുള്ളൂ എന്നൊരു നിയമം ഉണ്ടെങ്കിൽ അയാൾ ആ ഭൂമിയിൽ കൂടുതൽ ഭൂമി അയാളുടെ കൈവശം വെച്ചിട്ടുണ്ട് എങ്കിൽ നമുക്കത് മനസ്സിലാക്കാനും അതിന് എതിരായിട്ടുള്ള നടപടികൾ എടുക്കാനും പെട്ടെന്ന് സാധിക്കും. അപ്പൊ അങ്ങനെ ഒരു സിസ്റ്റം വരാൻ സാധ്യതയുണ്ട്. ഒരു വ്യക്തിക്ക് ഒരു തണ്ടപ്പേര് അക്കൗണ്ട് നമ്പർ എന്ന രീതിയിൽ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളുമായി തണ്ടപ്പേര് എന്ന ഈ ടോപ്പിക്കുമായി നിങ്ങളുമായി ചർച്ച ചെയ്യാനുള്ളത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു. ജോലി വേണ്ടവരും പ്രോപ്പർട്ടി വിൽക്കാനുള്ളവരും യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും അതുപോലെ തന്നെ വീട്ടിലിരുന്ന് കേക്ക് കോഴ്സ് പഠിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരും കമ്പനിയുടെ മറ്റ് സർവീസുകൾ വേണ്ട ആളുകളും ശ്രദ്ധിക്കാം.
കേരളത്തിൽ ഒരു ജോലി യാതൊരുവിധ എക്സ്ട്രാ സർവീസ് ചാർജും ഇല്ലാതെ നേടാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ YWAW ജോബ് കൺസൾട്ടൻസി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ ജോബ് കൺസൾട്ടൻസി നമ്പർ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആ നമ്പറിൽ വാട്സപ്പിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ യാതൊരുവിധ ബ്രോക്കർ ഫീസും ഇല്ലാതെ നിങ്ങളുടെ പ്രോപ്പർട്ടി വിൽക്കാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ YWAW റിയൽ എസ്റ്റേറ്റ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ചാനലിൽ YWAW റിയൽ എസ്റ്റേറ്റ് കൺസൾട്ടൻസി നമ്പർ നൽകിയിട്ടുണ്ട്. ആ നമ്പറിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, സബ്സ്ക്രിപ്ഷൻ കൂട്ടാനും വാച്ച് അവർ കൂട്ടാനും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, അതുപോലെ തന്നെ കേക്ക് കോഴ്സ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണെന്നുണ്ടെങ്കിൽ, കേക്ക് കോഴ്സ് പഠിച്ച് ബിസിനസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയാണ് എന്നുണ്ടെങ്കിൽ വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വുമൺ ടു ഫ്ലൈ ഫുഡ് പ്രോഡക്റ്റിൻ്റെ നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ, DM വാട്സപ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബ് ചാനൽ പ്രൊമോട്ട് ചെയ്യാനുള്ള ഡീറ്റെയിൽസ് കിട്ടും. കേക്ക് സ്റ്റുഡൻറ്റ് എന്ന മെസ്സേജ് അയച്ചിട്ടുണ്ടെങ്കിൽ കേക്ക് കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് ലഭിക്കുന്നതാണ്. കേരളത്തിലെ 14 ജില്ലകളിലും വീട്ടിലിരുന്ന് YWAW വർക്ക് ഫ്രം ഹോമിൽ വർക്ക് ചെയ്യുന്ന സ്ത്രീകൾ വഴി, വീട്ടമ്മമാർ വഴിയാണ് നിങ്ങൾക്ക് ഈ സർവീസുകളെല്ലാം കമ്പനി നൽകുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർവീസ് വഴി വരുന്ന വരുമാനമാണ് നമ്മുടെ വീട്ടമ്മമാർക്ക് വർക്ക് ഫ്രം ഹോം പേയ്മെൻ്റ് ആയിട്ട് കമ്പനി നൽകുന്നത്. അതുകൊണ്ട് കമ്പനിയുടെ സർവീസ് ആവശ്യമുള്ള ആളുകളൊക്കെ ദയവ് ചെയ്ത് കമ്പനിയുടെ ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്ത് അതാത് നമ്പറുകൾ നൽകിയിട്ടുണ്ട്. അതിലേക്ക് വാട്സപ്പ് മെസ്സേജ് അയച്ച് ഈ സർവീസ് ഉപയോഗപ്പെടുത്തുക. നമ്മുടെ വീട്ടമ്മമാർക്കുള്ള ഒരു സഹായം കൂടിയാണ് ഇത് നൽകുന്നത്. അതുപോലെ തന്നെ നമ്മുടെ കമ്പനിയുടെ മറ്റ് സർവീസ് ഡീറ്റെയിൽസ് അറിയാൻ വേണ്ടിയിട്ട് കമ്പനിയുടെ വെബ്സൈറ്റ് ആയിട്ടുള്ള www.ywawgroup.com എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. നമസ്കാരം. കുട്ടികൾക്കും ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും വേണ്ടി യാതൊരു മായവും ചേർക്കാത്ത, യാതൊരു പ്രിസർവേറ്റീവ്സും ചേർക്കാത്ത വുമൺ ടു ഫ്ലൈൻ്റെ ഫുഡ് പ്രൊഡക്ട്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത്. ഇത് ഹോം മെയ്ഡ് ഫുഡ് പ്രൊഡക്ട്സുകളാണ്. അതിലാദ്യത്തേത് കുന്നം കായപ്പൊടിയാണ് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ ധാന്യക്കൂട്ടുപൊടിയുണ്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളത്. പിന്നെ അതുപോലെ തന്നെ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള റാഗി പൗഡർ, ഉരുക്ക് വെളിച്ചെണ്ണ, പിന്നെ അതുപോലെ തന്നെ പനക്കൽക്കണ്ടം, ഇതെല്ലാം തന്നെ ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ ഹോം പ്രൊഡക്ട്സുകളാണ് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ മുലയൂട്ടുന്ന അമ്മമാർക്ക് വേണ്ടിയിട്ട്, അവരുടെ പാലൊക്കെ കുറവുള്ള അമ്മമാരൊക്കെ ആണെങ്കിൽ ഇവർക്ക് വേണ്ടിയിട്ട് ന്യൂ മംസ് ഹെൽത്ത് മിക്സ് പൗഡർ വളരെ നല്ലതാണ് ഉപയോഗിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗർഭിണികളായിരിക്കുന്നവർക്കും ഗർഭസ്ഥ ശിശുവിൻ്റെ പൂർണ്ണമായ വളർച്ചയ്ക്കും സഹായിക്കാവുന്ന പ്രഗ്നൻസി ഹെൽത്ത് മിക്സ് പൗഡറും വളരെ നല്ലതാണ് ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത്. ഇത് നമുക്ക് ഈ ഒരു വുമൺ ടു ഫ്ലൈൻ്റെ അതുപോലെ സ്ട്രോങ് വുമൺ ഹെൽത്ത് മിക്സ് പൗഡർ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട്. ഇത് വാങ്ങി ആ ഒരു കാലഘട്ടത്തിൽ ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ജീവിതശൈലി രോഗങ്ങളായിട്ടുള്ള പൊണ്ണത്തടി, ഡയബറ്റിക്സ്, കൊളസ്ട്രോൾ, പ്രഷർ സംബന്ധമായ രോഗങ്ങൾ, ഹൃദയ സംബന്ധമായ രോഗങ്ങൾ, ഇതെല്ലാം തന്നെ വരുന്നത് നിയന്ത്രിച്ച് നിർത്താനൊക്കെ വേണ്ടിയിട്ട് സഹായിക്കാവുന്ന മില്ലറ്റ്സ് പ്രൊഡക്ട്സുകളൊക്കെ തന്നെ ഓൾ ഇന്ത്യ ലെവലിൽ ഹോം ഡെലിവറി അവൈലബിൾ ആണ്. യാതൊരു മായവും ചേർക്കാത്ത, പ്രിസർവേറ്റീവ്സ് ചേർക്കാത്ത, നമ്മുടെ വീടുകളിൽ എങ്ങനെയാണ് ഉണ്ടാക്കിയെടുക്കുന്നത് അതുപോലെയാണ് ഉണ്ടാക്കിയെടുക്കുന്ന പ്രൊഡക്ട്സുകൾ നിങ്ങൾക്ക് യാതൊരു ഡൗട്ടും കൂടാതെ വാങ്ങി ഉപയോഗിക്കാവുന്നതാണ്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. താങ്ക് യു.